രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായ ഒരു മീൻ പെരട്ട് എങ്ങനെ തയ്യാറാക്കാം. മീൻ പെരട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം പരിചയപ്പെടുത്താം. മീൻ പെരട്ട് തയ്യാറാക്കാൻ ദശക്കട്ടിയുള്ള മീൻ തന്നെ എടുക്കണം. ഇവിടെ 500 ഗ്രാം കേരമീൻ ഇതുപോലെ കഷ്ണങ്ങൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 6 വെളുത്തുള്ളി അല്ലിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ചതച്ചെടുത്തത്, 16 ചുവന്നുള്ളി അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, മീഡിയം സൈസ് ഒരു തക്കാളി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 3 ചെറിയ കഷ്ണം കുടംപുളി, 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ. മീൻ പെരട്ട് തയ്യാറാക്കാം. ഇതുപോലെ ഒരു മൺചട്ടി വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരൽപ്പം കടുകിട്ട് കൊടുക്കാം. ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, സവാളയും ചേർത്ത് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും സവാളയും വഴന്ന് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. ഇപ്പോൾ എല്ലാം വഴന്ന് പാകമായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ പച്ചമണം മാറി കിട്ടുന്നതുവരെ ഒന്ന് നല്ലപോലെ വഴറ്റാം.
ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനി എടുത്തു വച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിള വന്നിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം. ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം. ചാറൊക്കെ കുറുകി വറ്റി എണ്ണ തെളിഞ്ഞു വരണം. ഈ സമയം കൊണ്ട് മസാലയെല്ലാം മീൻ കഷ്ണത്തിൽ നന്നായി പിടിച്ചു കിട്ടും. ഇപ്പോൾ ചാറൊക്കെ കുറുകി വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ പെരട്ട് പാകമായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.